ധനുരാശിയാണ്. മൂലം പൂരാട ഉത്രാടത്തിന്റെ കാല്. എപ്പോഴും എനർജറ്റിക് ആണ്, എപ്പോഴും. അതെ, താഴ്ന്നു വീഴുമ്പോഴേ അറിയുള്ളൂ എനർജി തീർന്നു പോയി. അങ്ങനെ, അതായത് യുദ്ധസന്നദ്ധരാണ് എന്നാണ് പറയുക. അമ്പും വില്ലും ആണ്, കുതിരപ്പുറത്ത് കയറിയിരുന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ധനുരാശിയുടെ പ്രകൃതം. അപ്പം പിന്നെ ദേഷ്യം ഉണ്ടാവും, വാശിയുണ്ട്. പക്ഷെ ഇതെല്ലാം നല്ലതിന് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവർ ദേഷ്യപ്പെടുന്നതായാലും വാശി പിടിക്കുന്നതായാലും നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ശരി. അതുകൊണ്ട് ഇവരുടെ വാശിയും ദേഷ്യമൊക്കെ അനുവദിച്ചു കൊടുത്തു എന്ന് ഓർത്തിട്ട് യാതൊരു കുഴപ്പമുണ്ടാവില്ല. അതെല്ലാം നല്ലത് ഉദ്ദേശിച്ചിട്ടാണ്. നന്മയ്ക്ക് വേണ്ടി എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. അവനവന് ഒരു പ്രയോജനം ഇല്ലെങ്കിൽ പോലും ഒരിടത്ത് ഒരു നന്മ കണ്ടു കഴിഞ്ഞാൽ അതിനു വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും, അതിനു വേണ്ടി വാദിച്ചുകൊണ്ടേയിരിക്കും. അതായത് സ്വന്തം ആവശ്യത്തിന് അല്ലെങ്കിൽ പോലും ഇടപെടും. നന്മയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അത് എത്ര അടുപ്പമുള്ള ആൾക്കാരോടും അതെ, അതങ്ങ് വിട്ടുകൊടുത്തേക്കാന്ന് തോന്നില്ല. പിന്നെ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും, വിട്ട് കളയുകയേയില്ല. അപ്പൊ ഒരു എന്തിനോടെങ്കിലും ഒരു മോഹം തോന്നി, ഒരിഷ്ടം തോന്നി. ഇപ്പം 5 വയസ്സിൽ ഒരു ഉടുപ്പ് കണ്ട് മോഹിച്ചു, അത് കിട്ടിയില്ല. 25-ാമത്തെ വയസ്സിൽ സെയിം ഒരു പാറ്റേണിലുള്ളത് കണ്ടു കഴിഞ്ഞാൽ ആ 5 വയസ്സുകാരിയുടെ അളവിലുള്ളതായി അത് വാങ്ങും. അത് ഇപ്പൊ എനിക്കത് ഉപകാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ ഒരിക്കലും ഇത് മോഹിച്ചതായിരുന്നു, അതെനിക്ക് വേണം. അത് ഞാൻ പറയാ, കുട്ടികളുടെ ഒക്കെ ജാതകം വരുമ്പോൾ എന്നെ നല്ല ലക്ഷ്യങ്ങൾ ഇവരിലേക്ക് നിറയ്ക്കുക, എങ്കിലും അത് നേടിയേ ഇരിക്കുള്ളൂ. എത്ര വട്ടം പരാജയപ്പെട്ടാലും ശരി, എത്ര സാഹചര്യങ്ങൾ വിപരീതമായാലും ശരി, എന്നെങ്കിലും ഒരിക്കൽ അത് നേടിയിരിക്കും. അതാണ് ഇവരുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സംഗതി. ദേഷ്യക്കാരൻ്റെ ആണ്, വാശിക്കാരാണ്. അതിനെ ഒരു നയത്തിൽ കൊണ്ടുപോകണം. അതെ.